റാപ്പർ വേടനെതിരെ എൻഐഎക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ച് പാട്ടുപാടിയതിനെതിരെയാണ് പരാതി. പാലക്കാട് നഗരസഭയിലെ ബിജെപി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് പരാതിയിൽ പറയുന്നത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചിട്ടുള്ള ഈ റാപ്പർ വേടനെതിരെ കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ റാപ്പർ വേടൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കപട ദേശവാദി എന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്നൊക്കെ തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് പാട്ട് പാടിയത് സംബന്ധിച്ച വാർത്ത നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ വീഡിയോ 5 വർഷം മുൻപാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അതിൽ ഒരു കേസെടുക്കുന്നതിനോ ഒന്നും തന്നെ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ NIAക്ക് BJPയുടെ കൗൺസിലർ, പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ NIAക്കും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുന്നത്. ഈ വേടൻ്റെ പുറകിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്, അത് ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഈ റാപ്പർ വേടൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ വളരെ ജാതീയമായ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ജാതീയമായ വേർതിരിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ശ്രീലങ്കൻ പുലികളെയും മറ്റുമൊക്കെ വെള്ളപൂശുന്ന തരത്തിൽ വരികൾ വേടൻ്റെ പാട്ടുകളിലുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ അവഹേളിക്കുന്ന, അങ്ങേയറ്റം മോശമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന തരത്തിൽ ആളുകളുടെ ഇടയിൽ തെറ്റായ ധാരണകൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള പാട്ടുകൾ ഈ വേടൻ പാടുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഈ വേടൻ ആരെങ്കിലുമൊക്കെ ടൂളായി പ്രവർത്തിക്കുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ NIAക്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരിയായിരുന്നു.